നമസ്കാരം. ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊടുകുറി ശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വെറ്റിലയും പാക്കും രണ്ട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ആശ്രയിച്ചെടുക്കുന്നു. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ചിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് തൊടുകുറി ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? അപ്പോൾ ഓക്കേ. അപ്പോൾ വെറ്റിലയുടെയും പാക്കിൻ്റെയും ചിത്രമാണ്. ഇതിലേതെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ണടച്ചിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ വെറ്റില കിട്ടിയവർക്ക് വളരെ ശുഭസൂചകമായിട്ടാണ് പറയുന്നത്. 100% പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. ദൈവാനുഗ്രഹം കൂടെയുണ്ടെന്ന് പറയാം. പുതിയ അവസരങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും ലക്ക് ആൻഡ് ടൈമിംഗ് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നു. പിന്നെ വെറ്റില കിട്ടിയവർക്ക് നമ്മുടെ സ്നേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്താൽ സക്സസ്സും അതുപോലെ ഹാപ്പിനെസ്സും ആകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ട്രൂ ഫീലിങ്സും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അഫെയർ ഉണ്ടെങ്കിൽ ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആകുകയും പ്രപ്പോസൽ സക്സസ് ചാൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത മണി അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നല്ല ഗ്രോത്ത് ചാൻസ്, അതുപോലെ തന്നെ ഇൻകം ഗ്രോത്ത്, അൺഎക്സ്പെക്റ്റഡ് അഗെയിൻ പോലും നമുക്ക് മണി ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ പണം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ജോബ് നോക്കിക്കഴിഞ്ഞാൽ ലക്ക് ആൻഡ് സപ്പോർട്ട് ഉണ്ടാകും, പ്രമോഷൻ ഉണ്ടാകും, ന്യൂ ജോബ് ചാൻസ്, നല്ല അവസരങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫൈനൽ മെസ്സേജ് എന്ന് വെച്ചാൽ നല്ല സമയം തുടങ്ങി എന്നുള്ള സൈനാണ്. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. വെറ്റിലയുടെ ചിത്രം തൊട്ടതുകൊണ്ട് ലക്ക് ആൻഡ് സ്മൂത്ത് സക്സസ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചിത്രം പാക്കിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പാക്ക് കിട്ടിയത് കൊണ്ട് മിക്സ്ഡ് ആയിരിക്കും, ഡിലേ ആയിട്ടുള്ള സൈനാണെന്ന് പറയാം. കാര്യങ്ങൾ ഉടൻ നടക്കത്തില്ല. അപ്പോൾ ഒരു എഫേർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെ സ്നേഹത്തെക്കുറിച്ച് പറയുകയെങ്കിൽ എപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്റ്റൻസ് വരാം, കാമായിരിക്കും. ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ സക്സസ്സിലെത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചെറിയ തടസ്സങ്ങളുണ്ട്, കൂടുതൽ ശ്രമം വേണം, അതുപോലെ സഹനം ആവശ്യമാണ്. അവസാനം നമുക്ക് ഫലം കിട്ടും. പിന്നെ ജോബ് ആൻഡ് മണി നോക്കിക്കഴിഞ്ഞാൽ ഡിലേ ആയിരിക്കും, ഹാർഡ് വർക്കായിരിക്കും, ഫലം കിട്ടും പക്ഷേ സ്ലോ ആയിരിക്കും. ഓവറോൾ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ വിജയമായിരിക്കണം എന്ന് നമുക്ക് പറയാം. അപ്പം ഡിലേ ഇൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നീടും സക്സസ് ഉണ്ടാകുന്നു. ഇനി മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പെൻസീവ് കൂടാം, സേവിങ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അഡ്വൈസ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തീരുമാനമെടുക്കരുത്, പേഷ്യൻസ് പ്ലസ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫൈനൽ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നേടുന്ന വിജയം എന്ന സൈനാണ് നമുക്കുണ്ടാകുന്നത്. ലേറ്റർ ആയിരിക്കും എന്നാലും സ്ട്രോങ് സക്സസ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ ബൈ.